ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ രാവിലെ ആയ ഇപ്പോൾ നല്ല രസമാണ്. ഇവിടെ കിളികളുടെ ശബ്ദവും പിന്നെ തണുത്ത കാറ്റും ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ട് മുറ്റത്തൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ നമ്മുടെ പൂക്കൾ, കടലാസ് പൂക്കൾ ഇതാ നിറയെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ചൊരു ഒഴിവുണ്ട്. അപ്പോൾ വൈകിട്ടാണ് എണീറ്റത്. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയതും പുട്ടുമാണ് കേട്ടോ. അങ്ങനെ പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചിട്ട് പുട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ പണിയാണ് നമ്മുടെ അടിച്ചു വാരി തുടയ്ക്കൽ. ഇതങ്ങ് കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ പിന്നെ ആ പണി അങ്ങ് തീർന്നു. അപ്പോൾ അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ തന്നെ ഒന്ന് മാറാലൊക്കെ ആ ചൂലുകൊണ്ട് തന്നെ ഒന്നങ്ങ് തട്ടിയാൽ പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാറാൽ തട്ടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിയും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പരിപാടിയാണ് ഈ അടിച്ചു വാരി തുടയ്ക്കൽ. അതങ്ങ് ധൃതിയിൽ ചെയ്താൽ ഒട്ടൊരു വൃത്തി ഇല്ലാത്ത മാതിരിയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അടിച്ചുവാരി തുടയ്ക്കൽ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഞാനിത് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റിയുടെ വിരിപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് തട്ടി കുടഞ്ഞിട്ടില്ലെങ്കിൽ അതിലും പൊടി ഒക്കെ ആയിട്ട് ആകെ നാശമായി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അടിച്ചു വാരിയ കൈയോടെ തന്നെ അങ്ങ് തുടച്ചിട്ടില്ലെങ്കിൽ അതൊരു സമാധാനക്കേടാണ്. അങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ സീരിയലിൻ്റെ എപ്പിസോഡ് എന്തോ മിസ്സായി എന്നും പറഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് സീരിയൽ കാണുകയാണേ. അപ്പോഴത്തേക്കും അമ്മ മീനൊക്കെ നേരേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അമ്മ സീരിയലൊക്കെ കാണാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വറക്കാനായിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ വെക്കണം, പിന്നെ അയിലക്കറിയും വെക്കാനുണ്ട്. ഞാൻ തുടച്ചൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ അമരക്കയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അമരക്ക തോരനും കൂടെ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള അമരക്കയാണ് അമ്മ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അമരക്കയുടെ തോരൻ്റെ റെസിപ്പി പറയാം കേട്ടോ. നുറുക്കി വെച്ച അമരക്ക നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. തോരനിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അമരക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിതാ കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ ഏകദേശം ആയി തുടങ്ങുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അമരയ്ക്ക വേവിച്ചതിന് ശേഷമാണ് നമ്മൾ തോരൻ വെക്കുന്നത് കേട്ടോ. അത് അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ നാളികേരും മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അമരയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമരയ്ക്ക വേവിച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉച്ചയൂണിലേക്കുള്ള തോരനൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനിതാ മീൻ വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ അമൂർ എന്നാണ് കേട്ടോ ഈ മീനിൻ്റെ പേര്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനാണെങ്കിൽ ഈ മീൻ കഴിക്കുകയില്ല. ഇവിടെ മോനും അച്ഛനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇനി ചെമ്മീൻ റോസ്റ്റും കൂടെ വെക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ അരിഞ്ഞു തരികയാണ് കേട്ടോ. ഒരു ദിവസം നമ്മൾ ഇത്രയൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഇതിലൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മൾ കുക്കിംഗ് ചെയ്യാതെ രക്ഷപ്പെടും. നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അതിലോട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്കും പച്ചമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകും കൂടെ നുറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളകാണെങ്കിൽ പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ട് വേണമായിരുന്നു. അപ്പോൾ വേഗം ഉള്ളി വഴറ്റാനായിട്ട് ഇട്ടിട്ടാണ് ഞാൻ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് മുറ്റത്തേക്ക് ഓടിയത്. സമയത്ത് നമ്മളിങ്ങനെയാണ് അടുപ്പത്ത് ഓരോന്ന് വെച്ചിട്ട് മുറ്റത്തോട്ട് ഓടും. കറിവേപ്പില ഉണ്ടാവില്ല, പച്ചമുളക് ഉണ്ടാവില്ല, അങ്ങനെ പലതും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓടിപ്പോയി പച്ചമുളക് പൊട്ടിച്ചോടുന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനിത് 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷമാണ് ഞാൻ നല്ലതുപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്.
അപ്പോൾ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ ഞാനിത് 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിയ പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വറുക്കാനായിട്ട് വെച്ച മീനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വാളംപുളിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ തിളച്ചൊക്കെ ഒന്ന് വന്നപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കറിയിൽ ഇങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെ വരും കേട്ടോ. എന്നിട്ടാണ് ഞാനിതാ തിളച്ചൊക്കെ വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയിലയാണ് കേട്ടോ മീൻ കറി. അപ്പോൾ അയില മുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് മീനൊക്കെ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ കറി റെഡിയാക്കി വെച്ചു കേട്ടോ. നമുക്ക് ഇത്തിരി ചെമ്മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ആണെങ്കിൽ ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാനിത് 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അമരയ്ക്ക തോരനും ചോറും മീൻ കറിയും ചെമ്മീൻ റോസ്റ്റും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ ഇതാ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ ചോറും മീൻകറിയും അമരയ്ക്ക തോരനും ചെമ്മീൻ റോസ്റ്റും ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ടിട്ട് ഉരുള ഉരുട്ടി കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കഴിക്കാനായിട്ട് ഇതാ ഈ സാധനത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്നാ പറയുക, ഇത് തൊരടിക്കിഴങ്ങ് എന്നാണ് ഇവിടെയൊക്കെ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ പുഴുങ്ങി വെച്ചാൽ പിന്നെ നമ്മുടെ ഉച്ചയ്ക്കലത്തെ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതാ പുഴുങ്ങാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ പറമ്പിൽ ഒരു തെങ്ങ് മുറിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതിനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തെങ്ങ് മുറിക്കണ പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയൊരു തെങ്ങായിരുന്നു കേട്ടോ. പൊളഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്ന തെങ്ങായിരുന്നേ. അത് ഭയങ്കര ഉയരം, കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആളെ വിളിച്ച് ഞങ്ങളത് അങ്ങ് മുറിപ്പിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ആ ഒരു പണി ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവേ. സംഭവം ഇതിൻ്റെ മുകളിലിരുന്ന് മുറിക്കുന്ന ആളെ സമ്മതിക്കണം കേട്ടോ. ഭയങ്കര റിസ്ക് പിടിച്ച ഒരു പണിയാണ് ഈ തെങ്ങ് മുറിക്കലും മരം മുറിക്കലും ഒക്കെ. അവരുടെ ലൈഫ് വെച്ചിട്ടാണ് അവർ മുറിക്കുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ അത് മുറിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നേ. അപ്പോൾ ഓലയും തേങ്ങയൊക്കെ വെട്ടിയതിന് ശേഷം തെങ്ങിനെ മുട്ട ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തലയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ വലിയൊരു തെങ്ങായിരുന്നു കേട്ടോ. അതങ്ങ് നിലം പൊത്തിയിട്ടുണ്ട്. ഓരോ കഷ്ണം മുറിച്ച് നമ്മുടെ തെങ്ങിൻ്റെ അടിഭാഗം കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞാൻ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നേ. എന്നിട്ടിപ്പോൾ വൈകിട്ടായപ്പോൾ നമുക്ക് കുറച്ച് ചെടികളെയൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. ഒന്ന് വെട്ടിക്കൊടുക്കാനും ട്രിം ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റോസാ ചെടിയും കടലാസ് പൂക്കളും ഒക്കെ ഒന്ന് കൊഴിഞ്ഞു പോയ ആ പൂക്കളുടെ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പൂക്കൾ നിറയെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് പൂക്കൾ ഉണ്ടായ ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയും ഒക്കെ വേണമായിരുന്നു. പിന്നെ നമ്മൾ ചെടിയൊക്കെ വെട്ടിയിട്ടതല്ലേ, അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കും
ഒക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. ഈട്ടാവുമ്പോൾ ഇപ്പോൾ മഴക്കാലത്ത് പിന്നെ ചെടി നനയ്ക്കണ ആ ഒരു ജോലി ലാഭമാണ്. ഇപ്പോൾ വേനൽക്കാലം ആയാൽ നല്ല പാടാണ്, ചെടികൾ മൊത്തത്തിൽ നനച്ചുണ്ടാക്കുകയും വേണം. അപ്പം ഞാനിതാ ചെടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം മുറ്റം കൂടെ അടിച്ച് വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്